AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ വിളയിക്കാം നൂറുമേനി ടുവാർഡ്സ് 100-fold yield എന്ന പാഠഭാഗത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. ലെറ്റ്സ് അസസ് എന്ന ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് എല്ലാവരും പഠിച്ചോ? നമ്മൾ 4 പാർട്ട് ഇട്ടിട്ടുണ്ട്. ആ പാഠഭാഗത്തിൻ്റെ 4 പാർട്ടല്ല 5 പാർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ആ 5 പാർട്ടും നന്നായിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അത്രയും സിമ്പിളാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. എന്താ അതിൽ പറയുന്നത്? ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, അതിൽ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം. സെക്കൻഡ് ഓപ്ഷൻ റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. തേർഡ് വൺ ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. ആൻഡ് ദ ലാസ്റ്റ് വൺ കാണ്ട് അപ്ലൈ ദ റിക്വയർഡ് കമ്പോണൻറ്റ് അലോൺ. എന്താ പറയുന്നത്? വീടുകളിൽ നിർമ്മിക്കാം, കൂടുതൽ അളവിൽ വേണം, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പം നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വീടുകളിൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ് ജൈവവളം, അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസർ വീടുകളിൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ്, കൂടുതൽ അളവിൽ വേണം, നിശ്ചിത ഘടകം മാത്രമായിട്ട് നമുക്ക് നൽകാൻ കഴിയില്ല. മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുകയോ ജൈവവളം അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇല്ല. അപ്പോൾ മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു എന്ന സി എന്ന ഓപ്ഷനാണ് അതിൽ ജൈവവളത്തിന് അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് യോജിക്കാത്തത്. ഏതാണ്? ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. ആൻസർ എന്താണ്? ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിൽ എപ്പിക്കൾച്ചറിൻ്റെ നേരെ റെയറിങ് ഓഫ് ഫിഷ് വരുന്നുണ്ട്, ക്യൂണിക്കൾച്ചറിൻ്റെ നേരെ റെയറിങ് ഓഫ് സിൽക്ക് വേം ഉണ്ട്, സെറികൾച്ചറിൻ്റെ നേരെ റെയറിങ് ഓഫ് ഹണി ബീ ഉണ്ട്, പിസികൾച്ചറിൻ്റെ നേരെ റെയറിങ് ഓഫ് റാബിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറിങ് ഓഫ് ഹണി ബീ ആണ്. ഓക്കെ, ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറിങ് ഓഫ് റാബിറ്റ് ആണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയറിങ് ഓഫ് സിൽക്ക് വേം ആണ്. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ റെയറിങ് ഓഫ് ഫിഷ് ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, മാച്ച് ദ ഫോളോയിങ് ആണ് താഴെ തന്നിരിക്കുന്ന ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കാനാണ് പറയുന്നത്. എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ വളർത്തലാണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ പുഴു വളർത്തലാണ്. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ മത്സ്യം വളർത്തലാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് ലേൺ അബൌട്ട് ലെയറിങ്. നിങ്ങൾ പതിവയ്ക്കലിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? നമ്മൾ പതിവയ്ക്കലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ലെയറിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെയറിംഗ് ഷോൺ ഇൻ ദ പിക്ചർ. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ലെയറിംഗ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏത് ടൈപ്പ് ലെയറിംഗ് ആണ്? ഒന്ന് നോക്കിക്കേ, ഇത് ഏത് ടൈപ്പ് ലെയറിംഗ് ആണ്? മനസ്സിലാവുന്നുണ്ടോ ഇത് ഏത് ടൈപ്പ് ആണെന്ന്? ഈ ലെയറിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? സെർപെന്റൈൻ ലെയറിംഗ്, അതായത് നാഗപതിവയ്ക്കൽ എന്ന് പറയും. സെർപെന്റൈൻ ലെയറിംഗ്. ഓക്കെ, എന്താണ് സെർപെന്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ layering can be done by bending the long branches into the soil and covering the branches with the soil at intervals. In this way, multiple saplings can be produced simultaneously from a single branch. എന്താ അതിൽ പറയുന്നത്? അതായത് കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് അതിൻ്റെ ആ ഭാഗങ്ങളിൽ മണ്ണ് മൂടിയൊക്കെ നമുക്ക് പതിവയ്ക്കാം.
ഈ രീതിയാണ് എന്ത് നാഗപതിവയ്ക്കൽ അഥവാ സെർപ്പന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ശാഖയിൽ നിന്ന് തന്നെ ഒന്നിലധികം തൈ ഉൽപ്പാദിപ്പിക്കാൻ ഈ രീതി കൊണ്ട് കഴിയും. അപ്പൊ അങ്ങനത്തെ അതിന്റെ ഒരു ചിത്രമാണ് നാഗപതിവയ്ക്കൽ അഥവാ സെർപ്പന്റൈൻ ലെയറിംഗിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അതിൽ തന്നെ സെക്കൻഡ് ബി ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. എന്ത് വൈ ലെയറിംഗ് ഇൻ ദിസ് വേ അറ്റ് വിച്ച് പൊസിഷൻ ഷുഡ് ബി കട്ട് ദ പ്ലാന്റ്, എ, ബി ഓർ സി. അതായത് ഈ രീതിയിൽ പതിവെക്കുമ്പോൾ ചിത്രത്തിൽ കാണിച്ച എ, ബി, സി എന്നീ സ്ഥാനങ്ങളിൽ എവിടെയാണ് മുറിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതില് ഈ ചിത്രത്തിൽ കണ്ടോ എ, ബി, സി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലെവിടെയാണ് ഈ ലെയറിംഗിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു സെർപ്പന്റൈൻ ലെയറിംഗ് അല്ലെ അഥവാ നാഗപതിവയ്ക്കലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഏത് എയിലാണോ, ബിയിലാണോ, സിയിലാണോ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്? ബിയിൽ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? വേരിന്റെ അവിടെയാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പെപ്പർ ചെടിയുടെ അതായത് ആ ചെടിയുടെ ഭാഗമാണ്, അതുമല്ല. അപ്പൊ പുതിയതായിട്ട് വളരുന്ന ഭാഗത്തിന്റെ അവിടെ വെച്ചിട്ടാണ്, ഇത് ബിയുടെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഐഡന്റിഫൈ ദ സ്റ്റോക്ക് ആൻഡ് സൈൻ ഫ്രം എ ആൻഡ് ബി. ഈ എ എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നും അതിൽ സ്റ്റോക്ക് ഏതാണ്, സൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൽ ഏതാണ് സ്റ്റോക്കും സൈനും? എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, എന്താണ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു മാംഗോ ട്രീ അല്ലെങ്കിൽ ഒരു മാംഗോ ട്രീയുടെ ഇതെടുക്കുകയാണെങ്കിൽ അതിന്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ choose the mango tree of Moondan variety of 6 months to 1 year. This plant with roots is called root stock. Root stock എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിനെ ചെറിയ വേരോട് കൂടി ഈ ചെടിയെയാണ് എന്ത് പറയുന്നത്? റൂട്ട് സ്റ്റോക്ക്. അപ്പൊ ഏതിപ്പോ മാവാണെങ്കിൽ മാവ് അല്ലെങ്കിൽ വേറെ ഏത് ചെടിയാണെങ്കിലും 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഏതെങ്കിലും ഒരു സസ്യത്തിന്റെ തൈ തിരഞ്ഞെടുക്കുക. അപ്പൊ വേരോട് കൂടി ഈ ചെടിയെയാണ് എന്ത് പറയുന്നത്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോ റൂട്ട് സ്റ്റോക്ക് ഏതാണ്? ഇതില് ഈ ചിത്രം കണ്ടില്ലേ, അതില് അതാണ് റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സയൺ ആണ് ഇത് സെക്കൻഡ് ചിത്രം. എ എന്ന് പറയുന്ന ചിത്രം ഏതാണ്? സയൺ ആണ്. സയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് സെയിം സൈസ് ആസ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ ഈൽഡിംഗ് ട്രീ ഓഫ് നീലം വെറൈറ്റി. ദിസ് ഈസ് കോൾഡ് സയൺ. അതായത് നമ്മൾ ഏത് ഇപ്പൊ മാവിന്റെ ആണ് എടുക്കണമെന്ന് വെച്ചാൽ ഏത് മാവിന്റെ മാംഗോ ആണ് നമുക്ക് ആ ചെടിയിൽ ആ മാംഗോ ട്രീയിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കമ്പ്, അതിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ആ മുകുളങ്ങൾ വരാൻ തുടങ്ങി കമ്പനിയാണ് എന്ത് പറയുന്നത്? സയൺ എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിഗർ എ എന്ന് പറയുന്നത് എന്താണ്? പിക്ചർ എ എന്ന് പറയുന്നത് സയണും, ചിത്രം ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിക്ചർ ബി എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റോക്കും ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എ എന്ന ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് കിട്ടി. സയൺ ഏതാണ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൽ തന്നെ ബി എന്ന ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് മൽഗോവ ടു എ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ? അതായത് എന്താ അതിൽ പറയുന്നത്? അതായത് നാടൻ മാവിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? എന്താണ് പ്രയോജനം? നമ്മളിപ്പോൾ മൽഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ എന്ന് പറഞ്ഞാൽ വലിയ മാങ്ങയാണ്, നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് അല്ലേ? മാംഗോ ആണ്, നല്ല മധുരമുള്ള ടേസ്റ്റുള്ള മാംഗോ ആണ്. അപ്പൊ അങ്ങനത്തെ മാംഗോസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് നാടൻ മാവില് മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം, അല്ലെങ്കിൽ നാടൻ മാവില് ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീയിൽ മൽഗോവയുടെ സ്റ്റെം അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ ഒന്ന് വായിക്കാം. By using Malgova as scion, we get mangoes with greater size and more taste. It will properly grow in our soil. അതായത് സാധാരണ ലോക്കൽ വെറൈറ്റി മാംഗോ ട്രീ നമ്മുടെ മണ്ണിൽ വളരും. അപ്പം അതിൽ മൽഗോവയുടെ സൈൻ ഒട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? നല്ല വലിപ്പമുള്ള നല്ല ടേസ്റ്റുള്ള മാംഗോസ് നമുക്ക് കിട്ടും. അത് നമ്മുടെ മണ്ണിൽ വളരും ചെയ്യും. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
അതായത് മൽഗോവയുടെ രുചിയുള്ള ഫലങ്ങൾ നമുക്ക് ലഭിക്കും. നാടൻ മാവിനെ പോലെ നമ്മുടെ മണ്ണിൽ നന്നായി വളരുകയും ചെയ്യും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ അടുത്ത സി എന്ന ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിക്കുന്നത്. ഈസ് ദർ എനി മെറിറ്റ് ഇൻ അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ടു ദ സെയിം വെറൈറ്റി? എന്താ അതിൽ പറയുന്നത്? അതായത് നാടൻ മാവിന്റെ കൊമ്പ് ഒട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നാടൻ മാവിന്റെ കൊമ്പ് ഒട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രയോജനമുണ്ടോ? യെസ്, പ്രയോജനം ഉണ്ടല്ലേ. എന്താ ഉണ്ടാവുക? അതായത് ഫാസ്റ്റ് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് നടക്കും. അതായത് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ, ഗീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ടൈപ്പ്. അതായത് കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ പട്ടികപ്പെടുത്തുക. ഓരോ മാർഗത്തിനും ഓരോ ഉദാഹരണം എഴുതുക. അതായത് കീടനിയന്ത്രണത്തിന്, അതായത് പെസ്റ്റ് കൺട്രോളിന് ഉള്ള 3 ഡിഫറെന്റ് വെറൈറ്റീസ് മെത്തേഡ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, പെസ്റ്റിസൈഡ്സ് ഉണ്ട്, മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ കൺട്രോളിൽ വരുന്നതാണ് ഏത്? ലേഡി ബഗ്, അതുപോലെ തന്നെ ട്രിച്ചോഗ്രാമ, കെലോട്ടസ് തുടങ്ങിയ ബഗുകളൊക്കെ അതുപോലത്തെ ജീവികൾ പെസ്റ്റിനെ ഫീഡ് ചെയ്യും, പെസ്റ്റിന് ഭക്ഷണമാക്കുന്നതാണ്. അതാണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തെ ജീവികളെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നതാണ് മെക്കാനിക്കൽ കൺട്രോൾ. മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രാപ്പുകളൊക്കെ വെച്ചിട്ട് ഇതുപോലത്തെ പെസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതായത് ഫ്രൂട്ട് ട്രാപ്പ് ഉണ്ട്, ബേസിൽ ട്രാപ്പ് ഉണ്ട്, പോറിഡ്ജ് ട്രാപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ട്രാപ്പ് ഉണ്ട്, ഫിറമോൺ ട്രാപ്പ് ഉണ്ട്. ഈ ട്രാപ്പുകളൊക്കെ മെക്കാനിക്കലായിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ചില ട്രാപ്പുകളാണ്. പിന്നെ അടുത്താണ് പെസ്റ്റിസൈഡ്സും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എന്താ പറയുക, പെസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ടൊബാക്കോ ഡിക്കോക്ഷൻ, പുകയില കഷായം എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ 6 പാർട്ടാണ് വരുന്നത്, 6 വീഡിയോസാണ് വരുന്നത്. അതിൽ 5 വീഡിയോസും പാഠഭാഗമാണ്. 6ാമത്തെ വീഡിയോ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാതും വാച്ച് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.